ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ അടുത്ത ആഴ്ച കാത്തിരിക്കുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിയും സച്ചിയും അവർക്ക് വേണ്ടിയിട്ടുള്ള റൂം ഒരുക്കുന്നതിന് വേണ്ട തിരക്കിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സച്ചി ഓട്ടത്തിന് പോയി കിട്ടുന്ന തുക കൊണ്ടായിട്ട് കുറേശ്ശെയായിട്ട് ഇഷ്ടികൾ കൂട്ടി വയ്ക്കുകയാണ്. ആ ഒരു ഇഷ്ടികൾ കൂട്ടി വെച്ചതിന് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ്. റൂം അതുപോലെ തന്നെ അവരുടേതായ ഓരോരോ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നെ അവിടെ വെച്ച് പങ്കിടുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം തകർക്കാൻ രീതിക്കാണ് കേട്ടോ സുധി പെരുമാറുന്നത്. സുധി വലിയൊരു ചതിയിൽപ്പെടുകയും ആ ഒരു സമയത്ത് ചന്ദ്രയോട് വന്നിട്ട് തൻ്റെ ദുഃഖങ്ങൾ പറയുന്ന നേരത്ത് ചന്ദ്ര വേഗം തന്നെ രേവതി ചന്ദ്രയുടെ കയ്യിലായിട്ട് കുറച്ച് സ്വർണം സൂക്ഷിക്കായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്വർണം സുധിക്കായിട്ട് പണയം വെക്കാനായിട്ട് നൽകുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രേവതി ഈ ഒരു റൂം കെട്ടുന്ന സമയത്ത് താൻ അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഏൽപ്പിച്ചിട്ടുണ്ട്. അതും കൂടി സ്വരുക്കൂട്ടി വെച്ച് വേണം റൂമിൻ്റെ പണി ആരംഭിക്കാൻ എന്ന രീതിക്കൊക്കെ രേവതി സച്ചിൻ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ഈ സുധിയുടെ ഒരു പ്രവൃത്തി മൂലം വെള്ളത്തിൽ വരച്ച വര പോലെ ആകുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ അടുത്ത ആഴ്ച കാത്തിരിക്കുന്ന ഭാഗങ്ങൾ. കൂടുതൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. വരാൻ പോകുന്ന എപ്പിസോഡ് മാത്രമാണ് അതിനകത്ത് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും തന്നെ ഈ ഒരു ചാനലും എൻ്റെ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.